കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂണിളകി വീണ് 4 വയസ്സുകാരൻ മരിച്ച ആ സംഭവത്തിൽ സുരക്ഷാ വീഴ്ച. വനം വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ ഇത്തരത്തിലുള്ള കണ്ടെത്തൽ ഉള്ളതായാണ് സൂചനകൾ. പഴയ കെട്ടിടങ്ങളുടെയും നിർമ്മിതികളുടെയും സുരക്ഷ വനം വകുപ്പ് പരിശോധനയ്ക്ക് വിധേയമാക്കും. വിശദാംശങ്ങളുമായി ACK അഭിലാൽ ചേരുന്നു. അഭിലാൽ, ഏറെ സങ്കടത്തോടെ കേട്ടൊരു വാർത്തയാണിത്. ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഇതൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്, എന്ത് കഥയാണുള്ളത്? ഇതൊക്കെ സമയാസമയങ്ങളിൽ നോക്കി വളരെ കൃത്യമായി അതൊക്കെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സംവിധാനങ്ങളാണ്. ഈ സംവിധാനങ്ങൾക്ക് എന്തു പറ്റി? നമ്മൾ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും അതൊക്കെ നിൽക്കട്ടെ, ഇന്ന് എന്താണ് ഇനി പരിശോധനകളാണോ? മോത്തി, ഗുഡ് മോർണിംഗ്. ടിക്കറ്റ് വെച്ച് പ്രവേശനം നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു ഇടത്തും എത്തിച്ചേരുന്ന ആളുകളുടെ സുരക്ഷ, അതിന് പുറത്തു പോകുന്നത് വരെ ആ സ്ഥാപന നടത്തിപ്പുകാരുടെ അല്ലെങ്കിൽ സുരക്ഷയുടെ ചുമതലയുള്ള ആളുകൾക്കാണ് എന്നുള്ളതാണ്. അത് കണക്കിലെടുക്കുമ്പോൾ ഇവിടെ കുഞ്ഞ് മരിക്കാനിടയായ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച പ്രകടമാണ്. ഇന്നലെ മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപാണ് കോന്നി ആനക്കോടിൻ്റെ അതിർത്തി നിശ്ചയിച്ചുകൊണ്ട് അവിടെ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് സഞ്ചാരികൾക്കായി കൂടുതൽ ഇടങ്ങൾ അനുവദിച്ചതോടുകൂടി ഇത് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിറം പൂശി നിലനിർത്തുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ കാലാന്തരത്തിൽ പെയ്ത മഴയെ തുടർന്നൊക്കെ തന്നെ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് വലിയ തോതിൽ ഒലിച്ചു പോയിരുന്നു. ഉറപ്പിനായി സിമൻറ്റും അതോടൊപ്പം തന്നെ മെറ്റലും ചേർത്ത് നിക്ഷേപിച്ചിരുന്ന ഭാഗം അടക്കം ഒരു ഭാഗം അടർന്നു പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ആളുകളുടെ ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ ജീവനക്കാരുടെ ശ്രദ്ധയിലേക്ക് വന്നില്ല. അതിന് ഒരു കുഞ്ഞിൻ്റെ മരണം തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ സാഹചര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ അവിടെ എത്തുന്ന ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ചുമതല സുരക്ഷ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് പരിഹരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളിലേക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കുഞ്ഞിൻ്റെ മരണം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒപ്പം തന്നെ 5 ജീവനക്കാർ സഞ്ചാരികളുടെ സുരക്ഷയും അടക്കമുള്ള കാര്യങ്ങളുടെ ഭാഗമായി നിയോഗിക്കപ്പെട്ടിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ജോലിയിൽ പ്രവേശിച്ചിരുന്നുവെങ്കിലും അപകടം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് സ്ഥലം MLA KU ജനീഷ് കുമാർ തന്നെ ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും DFO റിപ്പോർട്ട് തയ്യാറാക്കി സദേൺ ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് സമർപ്പിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തയ്യാറാക്കുന്ന റിപ്പോർട്ട് തിങ്കളാഴ്ച മന്ത്രിക്ക് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി അഭിലാൽ, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. ഇതൊരു സംഭവം നടന്നതിന് ശേഷം പക്ഷെ നഷ്ടപ്പെട്ടത് ആ മാതാപിതാക്കൾക്കാണ്. അമ്മയുടെ കൺമുന്നിലാണ് മരണം സംഭവിച്ചത്. കുഞ്ഞിൻ്റെ മേലേക്ക് ആ കോൺക്രീറ്റ് തൂണ് ഇളകി വീണത്.